അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും CF മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബോണ്ടയുടെ വീഡിയോ ആയിട്ട് കേട്ടോ. നിങ്ങൾ ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. അരൻ്റെ കപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതെടുത്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ബട്ടർ കൂടിയും ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയ ബട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മൈദ മാവിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളത് നല്ലതുപോലെ ലൂസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മൈദമാവ് ചേർത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ പറ്റ ലൂസാണെങ്കിൽ മാത്രം നിങ്ങൾ മൈദപ്പൊടി ചേർത്തിട്ട് ഒന്നും ടൈറ്റ് ആക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി കൊടുത്ത് ചൂടാക്കാൻ. നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കയ്യിലോ ഉപയോഗിച്ചിട്ട് കുറച്ച് നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. നല്ലതുപോലെ ചുവത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റോളം നമ്മളിപ്പോൾ കുക്ക് ചെയ്താണ്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നമുക്ക് എന്നും ഒന്ന് തന്നെ പറയാനുള്ളൂ, പവർ ഉണ്ടാവും.